കളങ്കപ്പെടുത്തിയവർക്കെതിരെയാണ് നമ്മൾ ഈ വിശ്വാസ സംരക്ഷണ പോരാട്ടവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഞാൻ ദീർഘമായി പറയുന്നില്ല. ഇവിടെ സന്ദീപ്, വിജയ് അടക്കമുള്ള സഹപ്രവർത്തകർ അവരെ സമരം ചെയ്തപ്പോൾ അവരെ ജയിലിലടച്ചു. അവരെ ജയിലിലടച്ചിട്ടും ഉണ്ണീസം പോറ്റി ഇന്നലെയാണ് പിടിച്ചത്. ആ വിശ്വാസം സംരക്ഷിക്കണം, കൊള്ളക്കാരെ പിടിക്കണം, കൂട്ടുനിന്ന ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ആളുകൾ, ആ സ്ത്രീകളടക്കം പെൺകുട്ടികളടക്കം, ഞങ്ങൾ ആ വനിതാ ജയിലിൽ പോയി കണ്ടു. അവരെ ജയിലിലടച്ച ഒരു ഗവൺമെന്റ് ഈ കൊള്ളക്കാർക്കെതിരെ, അവർക്കെതിരെ, ഈ കൊള്ള മുതൽ പങ്കിട്ടവർക്കെതിരെ അന്വേഷണം വേണ്ടേ? എവിടെയാണ് വിറ്റത് കണ്ടെത്തണ്ടേ? ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? കോടതി പറഞ്ഞല്ലോ എന്തായാലും വിറ്റു. എവിടെ വിറ്റു? ആർക്ക് വിറ്റു? എത്ര രൂപയ്ക്ക് വിറ്റു? ആരെല്ലാം അതിന്റെ വിഹിതം കൈപ്പറ്റി? കണ്ടുപിടിക്കണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ KPCCക്കോ UDFനോ ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയവും ഇല്ല. ഞങ്ങൾ വേറെ ചില ആളുകൾ പറഞ്ഞ പോലെ ഇതിനെ സുവർണ അവസരമായി കാണുന്നതുമില്ല. ഞങ്ങൾക്കിത് സുവർണ അവസരമല്ല. ഞങ്ങൾ വിശ്വാസികൾക്ക് വേദനയുണ്ടാകുമ്പോൾ, അത് നാളെ ഇസ്ലാം മതവിശ്വാസിക്കാകട്ടെ, മറ്റന്നാൾ ക്രിസ്തു മതവിശ്വാസിക്കാകട്ടെ, ആ വിശ്വാസിക്ക് വേദനയുണ്ടാകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെ ഉണ്ടാകും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജാഥകളുമായി നമ്മൾ കടന്നു വന്നത്. ഇതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നവർ, നമ്മൾ 9-ാം തീയതി മുതൽ നിരന്തരം പരിപാടിയാണ്. 9-ാം തീയതി പരിപാടി, അത് കഴിഞ്ഞിട്ട് പിന്നെ 14-ാം തീയതി മുതൽ യാത്ര, ഇന്നിപ്പോൾ 18 ഇന്നലെ ജാഥകളുടെ സമാപനം, അത് കഴിയുമ്പോൾ ഇന്ന് ഈ വിശ്വാസ സംരക്ഷണ പദയാത്ര. ഈ ദിവസങ്ങളിലെല്ലാം 10,000-കണക്കിന് ലക്ഷക്കണക്കാകുള്ള ആളുകളാണ് ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി പങ്കെടുത്തത്. നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥയുടെ ഉപനായകൻ, മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ T. സിദ്ദിഖ് MLA നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. നമ്മളേവരും പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന പ്രിയങ്കരനായ മുൻ KPCC പ്രസിഡന്റും വിശ്വാസ സംരക്ഷണ ജാഥയുമായി കാസർഗോഡ് നിന്ന് നേതൃത്വം കൊടുത്ത് ഇവിടേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ശ്രീ K. മുരളീധരൻ ചെങ്ങന്നൂർ കഴിഞ്ഞു. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയാണ്. വളരെ വിശദമായ ആവേശകരമായ പ്രസംഗങ്ങളാണ്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച്, അതിലെ ബോധ്യങ്ങളെ സംബന്ധിച്ച്, നിലപാടുകളെ സംബന്ധിച്ച് തുടക്കം മുതൽ UDF നേതാക്കൾ സംസാരിച്ച് പ്രിയപ്പെട്ട വിഷ്ണു വരെയുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെല്ലാവരും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഞാനതുകൊണ്ട് ചെറിയ വാക്കുകളിലൂടെ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഒക്ടോബർ മാസം 6-ാം തീയതി അതീവ സുപ്രധാനമായിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഒരു വിധിന്യായം വന്നു. ഹൈക്കോടതിയാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവരുന്നതും പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതും വലിയ രീതിയിലുള്ള കൊള്ള, ശബരിമലയുടെ ചരിത്രത്തിലെ ഇതം പ്രഥമമായ ഏറ്റവും പ്രധാനപ്പെട്ട കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നതായ ആ വിധിന്യായത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞ സുപ്രധാനമായ ഒരു വാചകം,
ഞാനത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. It is unmistakably demonstrates the alarming manner in which certain Devasam Board officials had acted in concert with Sri Unnikrishnan Poti, betraying both the sanctity of temple property and the trust reposed in them by the devotees. വളരെ പ്രസക്തവും എന്തുകൊണ്ടാണ് ഈ യാത്ര എന്ന് ചോദിച്ചാൽ, ഈ യാത്രയുടെ അകക്കാമ്പിലേക്ക് വിരൽ ചൂണ്ടുന്നതായ സുപ്രധാനമായ കോടതി വിധിയാണ്. കോടതി പറഞ്ഞത് ശബരിമലയുടെ പവിത്രതയെ തകർക്കാനും ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ ഹനിക്കാനും ശബരിമല പുണ്യപൂങ്കാവനത്തെ തകർക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ചിലരും നടത്തിയ ഗൗരവതരമായ കൊള്ളയെ സംബന്ധിച്ച വിവരങ്ങളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിന്റെ വിധിന്യായത്തിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. ഈ വിധി വന്നാൽ ആ സമയം കേരളത്തിന്റെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. ഈ വിധി വന്ന ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്ന് പിരിച്ചുവിടണം. രാജിവെച്ചില്ല എന്നുള്ളത് മാത്രമല്ല, പിരിച്ചുവിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ശബരിമല ശാസ്താവിന്റെ ദ്വാരപാലക വിഗ്രഹങ്ങൾ, സ്വർണപ്പാളികൾ, സ്വർണം പൂശിയതായിരിക്കുന്ന കട്ടിളകൾ, എന്തിനേറെ പറയുന്നു യോഗദണ്ഡുൾപ്പെടെ വലിയ വലിയ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതായ വിവരങ്ങൾക്ക് മുഴുവൻ നമ്മൾ പാത്രീഭവിക്കുമ്പോഴും അതിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന കൊള്ള സംഘത്തെ പിടിക്കാനും അമർച്ച ചെയ്യാനുമുള്ള നടപടികൾക്കും പിരിച്ചുവിടണം നേതൃത്വം കൊടുക്കാതെ അവരെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ച സമയത്താണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു വലിയ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനമെടുത്തത്. ഇന്ന് ഓരോ കാര്യങ്ങൾ പുറത്തു വരികയാണ്. നമ്മൾ കരുതിയതിലും നമ്മൾ പ്രതീക്ഷിച്ചതിലും എത്രയോ അപ്പുറമാണ് ഇവർ ശബരിമലയിൽ നേതൃത്വം കൊടുത്തതായിരിക്കുന്ന കൊള്ള എന്ന് ഓരോ ദിവസവും പുറത്തു വരികയാണ്. പോറ്റി പറയാണ്, എന്നെ കുടുക്കിയവർ, എന്നെ കൈകാര്യം ചെയ്തവർ അനുഭവിക്കും. ഞാൻ ചിലതൊക്കെ പറയും. ആരെക്കുറിച്ചാ? കടകംപള്ളി പറയണം, വാസവൻ പറയണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എത്ര മുഖ്യമന്ത്രിമാർ വന്നു? ദേവസ്വം ബോർഡ് വന്നതിന് ശേഷം ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിനെ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ ആദ്യമായി ഒരു ദേവസ്വം ബോർഡ് ഒന്നടങ്കം പ്രതിയാണ്. ഒരു ദേവസ്വം ബോർഡ് ഒന്നടങ്കം പ്രതിയാണ്. ഇതിനേക്കാൾ ഗൗരവതരമായ ഒരു സാഹചര്യം വേറെയുണ്ടോ? ഇതിനേക്കാൾ വിഷലിപ്തമായ സാഹചര്യം വേറെയുണ്ടോ? എന്താ ഇതിന്റെയൊക്കെ കാരണം? ഒരൊറ്റ കാരണമേ ഉള്ളൂ. വിശ്വാസികളല്ലാത്ത ഭരണകൂടം കേരളം ഭരിച്ച് ദേവന്മാരുടെയും അമ്പലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും വിശ്വാസത്തിന്റെ ഭാഗമായുള്ള കാണിക്കയും ഇതെല്ലാം കൊള്ളയടിക്കാൻ നേതൃത്വം കൊടുക്കുന്നു. നമ്മൾ ചർച്ചിൽ പോകുമ്പോ, നമ്മൾ പള്ളികളിൽ പോകുമ്പോ, നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോ അവിടെയുള്ള നയാ പൈസ തൊടില്ല. ഭയമായിരിക്കും, ദൈവത്തെ ഓർത്തുള്ള ഭയം. പക്ഷെ ഇവർക്ക് എന്ത് ദൈവഭയമാ? ദൈവഭയമില്ലാത്തവർ ഇതും ഇതിനപ്പുറമുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇപ്പൊ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കമ്മ്യൂണിസ്റ്റ് സൈബർ ബാരിയേഴ്സ് ചോദിക്കുകയാണ്, എന്താ കോൺഗ്രസിന് ഇത്ര താല്പര്യം? ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളുടെ താല്പര്യം വിശ്വാസത്തിന്റെ താല്പര്യമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല.
സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതായിരിക്കുന്ന ചരിത്ര സംസ്കാരം മുതൽ കോൺഗ്രസിന്റെ സമീപനം അതാണ്. വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണം, ഭരണഘടന എൻവിസേജ് ചെയ്യപ്പെടുന്നതായിരിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഈ നാട്ടിൽ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ച നയസമീപനമാണ്. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യ രാജ്യത്ത് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ ശരീഅത്തിന്റെ പ്രശ്നമുണ്ടായി. അന്ന് ഇസ്ലാമിക ശരീഅത്തിനെ ഈ രാജ്യത്ത് സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. മണിപ്പൂരിൽ ക്രൈസ്തവ സഹോദരന്മാർ ആക്രമിക്കപ്പെട്ടപ്പോ, അവിടെയുള്ള ചർച്ചുകളും കുരിശടികളും അവിടെയുള്ള ചാപ്പലുകളും തകർത്തപ്പെട്ടപ്പോ, അവിടെ നിങ്ങൾ ബൈബിൾ കത്തിച്ചപ്പോ, അവിടെയുള്ള മതാചാരത്തിന്റെ പേരിൽ അവിടെയുള്ള ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ ബലാത്കാരം ചെയ്തപ്പോ, അവരെ നിങ്ങൾ വിവസ്ത്രയാക്കി, അവരെ നഗ്നയാക്കി നിങ്ങൾ ബലാത്കാരം ചെയ്തപ്പോ, മണിപ്പൂരിന്റെ മണ്ണിലേക്ക് അവിടെ പോയി ശാന്തിയുടെ അവധൂതനായി അവരെ ചേർത്ത് നിർത്തി അവർക്ക് ആത്മവിശ്വാസം നേതൃത്വം കൊടുത്ത നേതാവിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി എന്നാണ്. കോൺഗ്രസ് എല്ലായിടത്തും സ്വീകരിച്ച സമീപനം അതാണ്. അവിടെ മാത്രമല്ല, ഞാനും നിങ്ങളും മറന്നുപോയില്ല, മത്തായി ചാക്കോ എന്ന് പറയുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് അവസാനം മരിക്കുമ്പോ അതേ മന്ത്യലേപന ശുശ്രൂഷ സ്വീകരിച്ചാണ് മരിച്ചത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് അഭിവന്ദ്യനായ താമരശ്ശേരി പിതാവായിരുന്ന മാർ പോൾ ചിറ്റലപ്പള്ളി പിതാവാണ്. അന്ന് CPM-ന്റെ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. പിണറായി വിജയന്റെ പ്രഖ്യാപനം ഞാനും നിങ്ങൾ മറന്നുപോയില്ല. ആ അഭിവന്ദ്യനായ പിതാവിനെ വിളിച്ചത് നികൃഷ്ട ജീവി എന്നാണ്. നികൃഷ്ട ജീവി. കേരളം മുഴുവൻ ഒരു വിദ്യാഭ്യാസ മന്ത്രി MA ബേബി CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് ഇന്ന്. ആ ബേബി വിളിച്ചു പറഞ്ഞു രൂപത എന്ന് പറഞ്ഞാൽ രൂപത എന്നാണ്. അഭിവന്ദ്യരായ പിതാക്കന്മാരെ കാക്കാൻ, സംരക്ഷിക്കാൻ, അവരെ ആക്ഷേപിക്കുന്നതിനെ പ്രതിരോധിക്കാൻ കേരളം മുഴുവൻ ജനാധിപത്യ സംവേദങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഞാൻ ചോദിക്കുന്നു, ഇവിടെ പറഞ്ഞല്ലോ കനകദുർഗയും അതുപോലെ ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ള ആളുകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് കേരളത്തിന്റെ ഒന്നാം പാദ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോ പോലീസിന്റെ ഹെൽമറ്റ്, പോലീസിന്റെ പടച്ചട്ട പമ്പയിൽ, അത് കഴിഞ്ഞ് പോലീസ് അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് കൊണ്ടുപോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രപ്രവർത്തകർക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്, ഒരു മുഖ്യമന്ത്രി ശബരിമലയുടെ സന്നിധാനത്തിന്റെ, ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ തകർക്കാൻ ഞങ്ങൾക്കിതാ സാധിച്ചിരിക്കുന്നു. ആചാരത്തെ തകർക്കുക, വിശ്വാസത്തെ തകർക്കുക, അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി അലിഞ്ഞു ചേർന്നതാണ്. ഒരു മുഖ്യമന്ത്രി പറയാണ്, ആഗോള അയ്യപ്പ സംഗമം നടത്തിയ മുഖ്യമന്ത്രിയാണ് അന്ന് പറഞ്ഞത്. മാപ്പ് പറഞ്ഞിട്ടില്ല, ക്ഷമ ചോദിച്ചിട്ടില്ല, വിശ്വാസികളോട് പറഞ്ഞിട്ടില്ല. ആ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്നു, ശബരിമലയെ തകർക്കാൻ, ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കാൻ, ആചാരത്തെ തകർക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ്. അന്നത്തെ ജാഥാ നായകന്മാർ ഇവിടെയുണ്ട്, അന്ന് ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തവരുണ്ട്. അതിന്റെ തിക്തഫലം നിങ്ങൾ അനുഭവിച്ചു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ജനം മുഴുവൻ നിങ്ങളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദയനീയമായി നിങ്ങളെ തകർത്തു. ഞങ്ങൾ പിണറായി വിജയനോട് പറയാണ്, വളരെ കൃത്യതയോടുകൂടി പറയാണ്, അയ്യപ്പനോട് കളിച്ച ഒരാളും നേരെ ചെവ്വേ പോയിട്ടില്ല. ഇത് പിണറായി വിജയന്റെ ഒടുക്കത്തെ പടയലാണ്. വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനം അയ്യപ്പന്റെ ജന്മസ്ഥലമായ ബാല്യകാല മേഖലയായിട്ടുള്ള ഈ പന്തളത്ത് വെച്ചുകൊണ്ട് സമാപിക്കുമ്പോ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒടുക്കത്തെ പടയല. ഈ സർക്കാരിനെയും കൊണ്ട് മാത്രമേ ഇത് അവസാനിക്കൂ എന്ന്, പോകൂ എന്ന് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി സൂചിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഭരണഘടന ഉറപ്പ് നൽകുന്ന വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ ഏറ്റവും വലിയ പോരാട്ടം 41 ദിവസം നോയമ്പെടുത്ത് ഇരുമുടിക്കെട്ടുമേന്തി
ശരണമന്ത്രങ്ങൾ മുടക്കി 18-ാം പടിയും ചവിട്ടി ശബരിമല ശാസ്താവിനെ കണ്ട് സങ്കട നിവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവ അയ്യപ്പ ഭക്തന്മാരുടെ സാമൂഹ്യ രംഗങ്ങൾ തീർത്തതായിരിക്കുന്ന മണ്ണാണ് ഈ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരികമായിട്ടുള്ള മണ്ണ്. ആ മണ്ണിനെ തകർക്കാൻ പിണറായി വിജയനല്ല 1000 വിജയന്മാർ ശ്രമിച്ചാലും നടക്കില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ, ശബരിമല ശാസ്താവിനെ കാക്കാൻ, വിശ്വാസികളെ കാക്കാൻ, സംരക്ഷിക്കാൻ അതിനുവേണ്ടി നടത്തുന്ന ഈ വലിയ പോരാട്ടത്തിൽ ഇവിടെ കണ്ണികളായ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. കേരളത്തിലെ യുവാക്കളുടെ പ്രിയങ്കരനായ നേതാവ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഈ അടുത്ത ദിവസങ്ങളിൽ നിയമിതനായ പ്രിയങ്കരനായ ശ്രീ OJ ജനീഷ്. ഏറെ ബഹുമാനായ ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ഏറെ ബഹുമാനായ UDF-ൻ്റെ കൺവീനർ പ്രിയങ്കരനായ ശ്രീ അടൂർ പ്രകാശ് MP അവർ, ഏറെ ബഹുമാനരായ വിവിധ ജാഥകൾക്ക് നേതൃത്വം കൊടുത്ത ജാഥ ക്യാപ്റ്റന്മാർ, KPCC-യുടെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, KPCC-യുടെ ഭാരവാഹികൾ, UDF-ൻ്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, സമയം ഏതാണ്ട് 9 മണിയോടുകൂടി അടുക്കുകയാണ്. ഇന്ന് 3 മണിക്ക് ആരംഭിച്ച പരിപാടിയുടെ സമാപനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇത്രയും സമയം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിക്കിടയിലാണ് ഇവിടെ ചില ആളുകളൊക്കെ 1-2 കസാരകളെങ്കിലും എവിടെയെങ്കിലും ഒഴിഞ്ഞു കിട്ടുന്നത് നോക്കി ക്യാമറയുമായി നിൽക്കുന്നത്. ഇവിടെ സ്വാഭാവികമായി ഒരു കസേര ഒഴിയാനുള്ളൊരു സാധ്യത ഒരു 6 മാസക്കാലത്തിനപ്പുറത്തേക്കുണ്ട് എന്നൊരു സിഗ്നൽ ഇപ്പോൾ ശബരിമലയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആ സിഗ്നൽ കേരളം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത, ഈ നാടിൻ്റെ ഏറ്റവും മതേതര പാരമ്പര്യത്തിൻ്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന ദേവാലയങ്ങളെല്ലാം തന്നെ വളരെ സംരക്ഷിക്കണമെന്ന താല്പര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെയുള്ളതെല്ലാം. ഒരു കൂട്ടരൊഴികെ ഭരണത്തിലിരിക്കുന്ന ഒരു കൂട്ടരും ഭരണം സമീപ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ സ്വപ്നം കാണാൻ സാധിക്കില്ലെങ്കിലും രാജ്യം മുഴുവൻ പിടിച്ചടക്കുമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന മറ്റൊരു കൂട്ടരുമുണ്ട്. നമ്മുടെ നാടിൻ്റെ പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത ഈ സർക്കാർ ഈ നാട്ടിലെ ദേവൻ്റെ സ്വത്തുകൂടി അപഹരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിൻ്റെ യാത്ര നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ ഇവിടെ പ്രസംഗിച്ച നേതാക്കന്മാരെല്ലാവരും സൂചിപ്പിച്ചു, ഇത് 2ാമതാണ് KPCC ഇത്തരത്തിലൊരു ജാഥ നടത്തുന്നത്. ആദ്യ ജാഥ നടത്തിയത് 1-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. 1-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വിശ്വാസ സംരക്ഷണ ജാഥകൾ നടത്തേണ്ടതായി വന്നത് ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട്. ആ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താ? ആ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പൂർത്തീകരിച്ച പദ്ധതികളുടെ നാടമുറിക്കലും ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കലും മാത്രമായിരുന്നു. ആ സർക്കാർ കഴിഞ്ഞു. 2ാമത് പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ 2ാം പിണറായി വിജയൻ സർക്കാർ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നത് ആഗോള അയ്യപ്പ സംഗമമാണ്. പഴയ മലയാള സിനിമയിലെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, എത്രയൊക്കെ പൊട്ടിയിട്ട് വിളിപ്പിച്ചാലും എൻ്റെ ഉള്ളിലെ ഫ്രോഡ് തരം ഇങ്ങനെ തള്ളി തള്ളി പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞതുപോലെ എത്രയൊക്കെ PR വർക്ക് നടത്തിയാലും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ ആരാണ് എന്ന് ഈ നാട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഈ 2 സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഇവിടെ വിശ്വാസി സമൂഹത്തിന് നേരെ ഒരു കടന്നുകയറ്റമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരായ അതിശക്തമായ പ്രതിഷേധം സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് വലിയ മാർച്ച് നടന്നു. ആ മാർച്ചിൻ്റെ ഭാഗമായി മാർച്ചിൻ്റെ ഉദ്ഘാടകനായിരുന്ന സന്ദീപ് വാര്യരും അതോടൊപ്പം തന്നെ മാർച്ചിന് നേതൃത്വം കൊടുത്ത ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടതായി വന്ന സാഹചര്യമുണ്ടായി. നേരത്തെ ഇവിടെ വിഷ്ണുവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ പോറ്റിയുടെ പേരിൽ ഇപ്പോൾ മാത്രമാണ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുള്ളത്. ഈ പോറ്റിയുടെ പേരിലുള്ള ഈ തട്ടിപ്പുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ 2019 പുറത്തു വന്നിട്ടുള്ളൂ. അതിനുശേഷമുള്ള കാലഘട്ടത്തിലെയും പുറത്തു വരാൻ വേണ്ടി ബാക്കി നിൽക്കുകയാണ്.
ഈ സർക്കാർ ഈ നാടിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് ഈ നാടിനകത്ത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത കൂടി തകർക്കുന്ന രീതിയിലുള്ള സമീപനമാണ് എടുത്തതെന്നുള്ളതാണ്. RSSും സംഘപരിവാറും വർഷങ്ങളായി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഹൈന്ദവ മതവിശ്വാസികളുടെ സ്വത്ത് ദേവസ്വം ബോർഡുകൾ വിനിയോഗിക്കുന്നതിൽ ഉപയോഗിക്കുന്നതിലെല്ലാം തന്നെ വലിയ പോരായ്മകളുണ്ട്, അതിൽ അഴിമതിയുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന RSSനും സംഘപരിവാർ സംഘടനകൾക്കുമൊക്കെ വളമിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ദേവസ്വം ബോർഡിന് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കില്ല. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡ് സ്വയം ഒഴിഞ്ഞു പോവുകയോ ദേവസ്വം ബോർഡിന്റെ മന്ത്രി സ്വയം രാജിവെച്ച് പോവുകയോ ചെയ്യേണ്ടതായിരുന്നുവെങ്കിൽ കൂടി ഉളുപ്പില്ലായ്മയുടെ ഒരു പ്രതീകമായി അവരെല്ലാം ആ സ്ഥാനങ്ങളിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജിവെക്കുന്നത് വരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ജീവിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചൊരു ഗവൺമെന്റാണ്. ദൈവത്തെ പോലും വെറുതെ വിടുന്നില്ല. അങ്ങനെ ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിനകത്ത് അധികാരത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭികാമ്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യൂത്ത് കോൺഗ്രസ് ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത് ഒരൊറ്റ മുദ്രാവാക്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞ 2 തവണയായി തുടരുന്ന 9.5 വർഷക്കാലമായി സംസ്ഥാനത്തിനകത്ത് തുടരുന്ന ഈ ജനദ്രോഹ സർക്കാർ അധികാരത്തിൽ നിന്ന് താഴേക്കിറക്കുക, ഭരണമാറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് വരും ദിവസങ്ങളിലുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത്. ആ സമര പരിപാടികൾക്കുൾപ്പെടെ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളിൽ നിന്നുള്ള പിന്തുണ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ഈ വിശ്വാസ സംരക്ഷണ ജാഥയിൽ പങ്കെടുത്ത 10,000-കണക്കിന് ജനങ്ങൾ, വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവുമായി വന്ന 10,000-കണക്കിന് ജനങ്ങൾ, ഇന്ന് 3 മണി മുതൽ ഇവിടേക്ക് നടന്ന കാൽനട ജാഥയുമായി കടന്നു വന്ന ആയിരങ്ങൾ, അങ്ങനെ എത്രയെത്ര ജനങ്ങളാണ് ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിന്റെ ജാഥയിലും സമരപരിപാടികളുമായി പങ്കെടുത്തുകൊണ്ട് കടന്നുപോയത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇവിടെ ഈ വേദികളിൽ കടന്നു വന്ന അയ്യപ്പ വിശ്വാസികൾ എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തി, ആ സംഗമം പൊളിഞ്ഞു. ആ സംഗമത്തിൽ കുറച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നിരുത്തി. അന്ന് അവരെല്ലാം ഞങ്ങളെ വിമർശിച്ചു. കോൺഗ്രസിന്റെ നിലപാട് തെറ്റാണ് എന്ന് പറഞ്ഞു, UDFന്റെ നിലപാട് തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷെ UDFന്റെയും കോൺഗ്രസിന്റെയും നിലപാട് തെറ്റല്ല എന്ന് സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ വരും ദിവസങ്ങളിൽ തെളിയിച്ച ഒരു സാഹചര്യം കൂടി നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടായി. എത്രയോ സമരങ്ങൾ 2016 മുതൽ നീണ്ടുനിന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലുണ്ടായി. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, ആചാര സംരക്ഷണത്തിന് വേണ്ടി NSSന്റെയും SNDPയുടെയും നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എത്രയോ ആളുകൾ ഇവിടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങി. എത്രയോ കേസുകളാണ് ഈ സർക്കാർ എടുത്തത്. കോൺഗ്രസിന്റെയും UDFന്റെയും കേസുകളൊന്നും ഈ സർക്കാർ എഴുതി തള്ളണമെന്നില്ല. പക്ഷേ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ ആ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ അവരുടെ പേരിലെടുത്ത കേസുകളെങ്കിലും എഴുതി തള്ളിയിട്ട് വേണമായിരുന്നല്ലോ ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അവരെയൊക്കെ ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്താൻ. അതിന് പോലും ഈ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദീർഘിപ്പിക്കുന്നില്ല. ഈ സർക്കാർ പരിപൂർണമായും ഒരു ജനദ്രോഹ സർക്കാരാണ്. വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളാണ്, യുവജന വിരുദ്ധ നിലപാടുകളാണ്. എല്ലാ മതവിഭാഗങ്ങളോടും കാണിക്കുന്ന സമീപനങ്ങൾ തെറ്റാണ്. ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ സർക്കാർ തന്നെയാണ് എന്ന് ഇവിടെ വെളിവാക്കപ്പെടുകയാണ്. ഈ സമൂഹത്തിൽ ഇത്തരത്തിൽ മനുഷ്യന്റെ വിശ്വാസങ്ങൾക്ക് നേരെ, മനുഷ്യന്റെ ആചാരങ്ങൾക്ക് നേരെ, അവന്റെ ദൈവവിശ്വാസങ്ങൾക്ക് നേരെ കടന്നുകയറ്റം സൃഷ്ടിക്കുന്ന അരാജകവാദികളായ ഈ സർക്കാരിനെതിരായ പോരാട്ടങ്ങളിൽ വരും ദിവസങ്ങളിലും എല്ലാവരും അണിനിരക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ഈ കഴിഞ്ഞ ദിവസം നിയമിതനായ നമ്മുടെ സ്നേഹിതൻ ശ്രീ സന്ദീപ് വാര്യർ. ബഹുമാനായിട്ടുള്ള യോഗാധ്യക്ഷൻ, ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ജാഥാ നായകർ, പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെയും UDFന്റെയും നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, അയ്യപ്പ വിശ്വാസികൾ, ഏവർക്കും സാദര നമസ്കാരം. ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുന്ന സമയത്ത് തന്നെ സമാന്തരമായി CPM മറ്റൊരു പരിപാടി പത്തനംതിട്ടയിൽ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞു. കഴിഞ്ഞ ദിവസം
പത്തനംതിട്ടയിലെ ദേവസ്വം ബോർഡിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച്, ആ പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് ഞാനടക്കമുള്ള പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിജയ് ഇന്ദുചൂടനടക്കമുള്ള മുഴുവൻ നേതാക്കൾക്കെതിരെയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിക്രൂരമായിട്ടുള്ള മർദ്ദനമുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളെ കുറെ പേരെ ജയിലിലടച്ചു. ഇപ്പൊ CPM പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് തുല്യമാണെന്നാണ്. ദേവസ്വം ബോർഡിന്റെ ഓഫീസ് ക്ഷേത്രത്തിന് തുല്യമാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ക്ഷേത്രത്തിലേക്ക് മാർച്ച് നടത്തിയതിന് തുല്യമാണ്. അവിടെ തേങ്ങ ഉടച്ചത് അതിഗുരുതരമായിട്ടുള്ള ആചാര ലംഘനമാണെന്നാണ് ഇപ്പോൾ CPM ഇന്ന് ആരോപിച്ചിട്ടുള്ളത്. അല്ല, ഈ ദേവസ്വം ബോർഡിന്റെ ആഫീസൊക്കെ ക്ഷേത്രമാണെങ്കിൽ ഈ മുള്ളാണിപ്പപ്പനൊക്കെയാണോ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്? ഈ മോഷണത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ആറന്മുളയിൽ ഒരു മുള്ളാണിപ്പപ്പനുണ്ട്. ആ മുള്ളാണിപ്പപ്പനാണോ അവിടുത്തെ പ്രതിഷ്ഠ, അതോ വാസവനാണോ പ്രതിഷ്ഠ? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ദേവസ്വം ഓഫീസ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മാത്രമാണ്. ശമ്പളം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ. അതിനകത്താണ് കള്ളന്മാര് കയറിയിരിക്കുന്നതെങ്കിൽ പുറത്തുനിന്ന് തേങ്ങയേറിയൽ മാത്രമാവില്ല, അകത്ത് കയറിയിട്ടുള്ള ചില കലാപരിപാടികൾ ചെയ്യാൻ കൂടി ഇനി ഞങ്ങൾ തയ്യാറാകും എന്നാണ് പറയാനുള്ളത്. അകത്ത് കയറാനും തയ്യാറാവും. എന്താ പറയുന്നത്? സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ വലിയ അക്രമം നടത്തി എന്നാ പറയുന്നത്. എൻ്റെ കൂടെ സമയത്തിന് വന്ന ഈ പെൺകുട്ടിയുടെ മൂക്കിടിച്ച് പോലീസ് മൂക്കിടിച്ച് ആ കുട്ടിയുടെ മൂക്കിലൂടെ രക്തം വരുന്ന സമയത്ത് പിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമെന്നാണോ കരുതിയത്? ഞങ്ങൾ അവിടെ ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിന്റെ കാവൽ മാലാഖകളാകും എന്ന് പിണറായി വിജയനും സംഘവും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. നിങ്ങൾ എങ്ങനെയാണോ ഞങ്ങളോട് പ്രതികരിക്കാൻ തീരുമാനിച്ചത് അതേ ഭാഷയിൽ പ്രതികരിക്കാനാണ് ഞങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട. കാട്ടുപോത്തിനോട് വേദമോദിയിട്ട് ഒരു കാര്യമില്ല. പിണറായി വിജയൻ സർക്കാരിനോട് വേദമോദാൻ ഞങ്ങളില്ല എന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെയാണ് ആ പ്രക്ഷോഭത്തിന്റെ ഭാഷയും ശൈലിയും ഒക്കെ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രക്ഷോഭം നടത്തിയവർ മുഴുവൻ ഇപ്പോ CPM-നും BJP-ക്കും ഒക്കെ ഒരേ ഭാഷയാണ്. എന്താ പറയുന്നത്? പ്രക്ഷോഭം നടത്തിയവരിൽ മുസ്ലിം ചെറുപ്പക്കാരും ക്രൈസ്തവരും ഉണ്ട്. അതുകൊണ്ട് ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രത്തിന്റെ ദേവസ്വം ഓഫീസ് ആക്രമിച്ചു. എനിക്കിത് പറയുന്ന BJP-ക്കാരനും CPM-കാരും പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത് സന്ദീപ് വാര്യരും വിജയ് ഇന്ദുചൂടനും എന്ന് പേരുള്ള രണ്ട് ഹിന്ദുക്കളായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. കോൺഗ്രസ് നേതാക്കളെ വേദിയിലെത്തിക്കൊണ്ട് അഭിമാനത്തോടെ ഞാൻ പറയുന്നു, അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി, വൃന്ദഹൃദയരായിട്ടുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തി ജയിൽവാസം അനുഷ്ഠിച്ചവരിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു, ക്രൈസ്തവരും ഉണ്ടായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നോക്കൂ, ഈ പ്രക്ഷോഭമൊക്കെ നടന്നപ്പോ പന്തളത്ത് ഇപ്പൊ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJP-ക്കാര് എന്താ പറയുന്നത്? സന്ദീപ് വാര്യരുടെ തലമണ്ടയടിച്ചു പൊളിക്കണമായിരുന്നു എന്നാണ്. സന്ദീപിന്റെ തലമണ്ടയടിച്ചു പൊളിക്കണമായിരുന്നു എന്നാ പറയുന്നത്. ആ BJP-ക്കാരന് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ എന്താ പറയുന്നത്? സന്ദീപ് ആദ്യമായിട്ട് സമരം ചെയ്ത് ജയിലിൽ പോയി, ആദ്യമായിട്ട് മർദ്ദനേറ്റു. ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഇതൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഓർമ്മ ഞാനൊന്ന് 4-5 വർഷം മുൻപത്തേക്ക് ക്ഷണിക്കുക. പ്രസിഡന്റ്, ഈ ആചാരലംഘനം നടന്ന ദിവസം, ആചാരലംഘനം നടന്ന് ബിന്ദു അമ്ണിയും കനകദുർഗയും ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച ദിവസം കേരളത്തിൽ ആദ്യമായി പോലീസിന്റെയും CPM ഗുണ്ടകളുടെയും മർദ്ദനം ഏറ്റുവാങ്ങിയത് കടകംപള്ളി സുരേന്ദ്രനെ കരിങ്കൊടി കാണിച്ച് മലബാർ ദേവസ്വം ബോർഡിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അലങ്കോലപ്പെടുത്തിയതിന്റെ പേരിൽ മർദ്ദനം ഏറ്റുവാങ്ങി കാലൊടിഞ്ഞ വ്യക്തിയാണ് ഞാൻ. എന്നിട്ടിപ്പോ പറയുന്നത് സന്ദീപ് ആദ്യമായിട്ട് കോൺഗ്രസിൽ ചെന്നപ്പോ എന്തോ വലിയ അപകടം പറ്റി എന്നുള്ള പേരില്ല. കോൺഗ്രസ്സുകാരും തിരിഞ്ഞു നോക്കിയില്ല. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, കോൺഗ്രസ് നേതൃത്വത്തിന്റെ കോൺഗ്രസിന്റെ റാങ്ക് ആൻഡ് ഫയൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആ ജയിലിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ബഹുമാനായിട്ടുള്ള KPCC പ്രസിഡന്റ് അക്കാര്യങ്ങൾ നേരിട്ട് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട ACC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള മുഴുവൻ നേതാക്കൾ, വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അനിലേട്ടൻ അടക്കമുള്ളവർ, വിഷ്ണുനാഥ് അടക്കമുള്ളവർ എല്ലാവരും ജയിലിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി പത്തനംതിട്ടയിലെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബഹുമാനായിട്ട് DCC പ്രസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം സംശയലേശമന്യെ പ്രഖ്യാപിക്കാൻ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഈ പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള പ്രക്ഷോഭം
ആ പ്രക്ഷോഭം കൊണ്ട് വാസ്തവത്തിൽ മുഖം നഷ്ടപ്പെട്ടത് ഏതാനും വർഷം മുമ്പ് വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ തെരുവിലിറക്കി പറഞ്ഞു പറ്റിച്ച സംഘപരിവാറിന്റെ മുഖമാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ മുഖം നഷ്ടപ്പെട്ടു. ഇപ്പൊ അവരെങ്ങനെയാണ്? പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ഒരു അമ്മ പറ്റിയ അളിയന്മാരെ പോലെയല്ലേ നടക്കുന്നത്? സിനിമയിൽ പറയുന്നത് പോലെ ഒരു അമ്മ പറ്റിയ അളിയന്മാരെ പോലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ ആരുടെ ആശംസാ പ്രസംഗം വായിച്ചത്? യോഗി ആദിത്യനാഥിന്റെ അല്ലേ? കേരളം മുഴുവൻ ബോർഡ് വെച്ചു അയ്യപ്പ സംഗമത്തിന്റെ. ആ ബോർഡിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? പിണറായി വിജയനും വാസവനും ഉണ്ട്. പക്ഷെ ഒരൊറ്റ അയ്യപ്പ സ്വാമി ഇല്ല. ഒരേ ഒരു സ്വാമിയാണ് ആ വേദിയിൽ വന്നത്. അത് ഏത് സ്വാമിയാ? ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്ന സ്വാമി. എന്നിട്ട് ആ സ്വാമിയുടെ ആശംസാ സന്ദേശം വായിച്ച് പുളകിതരാവുന്ന CPM-ന്റെ ഗതികേട് ആലോചിച്ച് എനിക്ക് നാണം തോന്നുകയാണ്, ലജ്ജ തോന്നുകയാണ്. ഇതുപോലെ നാണം കെട്ട ഒരു CPM ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? CPM-ന് ഇതുപോലെ നാണക്കേണ്ട ഒരു സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? BJP-യുടെ ഹൈന്ദവ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ മുഖം, ഏറ്റവും അധികം വർഗീയ വിഷപ്രസംഗങ്ങൾ നടത്തിയതിന്റെ പേരിൽ ക്രിമിനൽ കേസുകൾ നേരിടുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരനായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ കത്ത് ശബരിമല പോലെ മതനിരപേക്ഷതയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ കൊണ്ടുവന്ന് വായിച്ച് ആ ക്ഷേത്രത്തെ അവഹേളിക്കുക